ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ അടുത്തുള്ളത് ഇനി ഒരു 2-2.5 മാസമാണ് അല്ലെ. ഏപ്രിൽ, മെയ്, ജൂൺ മിഡ് ആവുന്ന സമയത്ത് നമുക്ക് എക്സാം, ഈ കഴിഞ്ഞിട്ടുള്ള ടേംസുകളിലൊക്കെ ജൂൺ മിഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജൂൺ എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ഏപ്രിൽ, മെയ് എന്ന് പറയുന്ന ഈ 2 മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ഡിസംബറിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന പോലെ അല്ല. എന്താണ് ഏപ്രിൽ, മെയ്ന്റെ പ്രത്യേകത? പൊതുവെ ആളുകൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ് അല്ലെ. നിങ്ങളൊക്കെ ഇപ്പൊ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെ മക്കൾക്കൊക്കെ വെക്കേഷൻ ആവുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയം നമുക്ക് കുറച്ചും കൂടി ടൈം എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ജൂൺ, അതുപോലെ ഈ വരുന്ന ഡിസംബറിന്റെയും എക്സാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന കേരള PSC കണ്ടക്ട് ചെയ്യുന്ന കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം അല്ലെ. നമുക്കൊരു 6-7 വർഷം അല്ലെ 8 വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ ഒരു എക്സാം വരാറുള്ളത്. അപ്പൊ ഒരുപാട് നമ്പർ ഓഫ് ഓഡിയൻസ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വളരെ ബേസിക് ആയിട്ട് വേണ്ട ഒരു റിക്വയർമെന്റ് ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഈ വരുന്ന ഒരു ലക്കാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. യു ഡോണ്ട് നീഡ് മോർ ടൈം, യു നീഡ് ദ റൈറ്റ് സ്ട്രാറ്റജി. അതായത് ഇപ്പൊ ഇനി 2-2.5 മാസം ഉള്ളൂ, ഇനി പഠിച്ചാൽ കിട്ടുമോ, ഇനി പഠിച്ചാൽ കിട്ടൂലേ, അങ്ങനെ പല സംശയങ്ങളും ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 2025 ജൂണിലായിരുന്നു JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ഏപ്രിൽ 10 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏപ്രിൽ 10-നാണ് ഞാൻ എൻ്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഏപ്രിൽ 10 തൊട്ട് പിന്നെ നമ്മുടെ എക്സാം വരെ നല്ല രീതിയിൽ ഓരോ ദിവസം മുഴുവനായിട്ട് പഠിക്കാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എത്ര സമയം പഠിക്കുന്നു എന്നല്ല, നമ്മൾ എന്താണ് പഠിക്കുന്നത്, റൈറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കണം അല്ലെ. അല്ലാതെ കുറെ ആളുകൾ എനിക്കറിയാം, പരിചയത്തിൽ ഒരുപാട് ആളുകളെ അറിയാം, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് വർഷങ്ങളായിട്ട് നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഒരു PG ലെവൽ അല്ലെങ്കിൽ UG ലെവൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു അപ്രോച്ച് അല്ല നമ്മൾ നെറ്റ് എക്സാമിനെ സമീപിക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു റൈറ്റ് സ്ട്രാറ്റജി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോവാം. ഈ ഒരു സെഷന്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞിട്ടുള്ള ഡിസംബർ 2025 എക്സാമിന്റെ ഒരു അനാലിസിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ ടോപ്പിക്കും നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഓരോ ടോപ്പിക്സിന്റെയും വെയിറ്റേജ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്സിനും എത്രത്തോളം വെയിറ്റേജ് ആണ് ഈ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളിൽ. ഇപ്പൊ 2019 നമുക്ക് സിലബസ് മാറി വന്നിട്ടുണ്ടായിരുന്നത്. ആ സിലബസ് മാറിയതിനനുസരിച്ച് ഇപ്പൊ ഈ വരുന്ന ജൂൺ 2026 വരുന്ന ഈ ഒരു എക്സാം വരെയുള്ള എക്സാമുകളുടെ ഓരോ യൂണിറ്റുകളിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്, ആ ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇനി പഠിക്കാൻ വേണ്ടി പറ്റും, ജൂണിൽ നിങ്ങൾക്ക് എങ്ങനെ ഇനി ഇപ്പൊ കഴിഞ്ഞു, ഇനിയിപ്പോ 2-2.5 മാസമാണുള്ളത്, ഈ ഒരു മാസങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഒരു അജണ്ട ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ നോക്കൂ, ജൂൺ 2024, അതുപോലെ ഡിസംബർ 2024, ജൂൺ 2025, അതായത് ഈ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടേംസുകളുടെ അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ജൂൺ 2025 ഇവിടെ എത്ര ആളുകളാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്? 29,772. ഡിസംബറിൽ അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പിയർ ചെയ്തിട്ടുള്ള ആളുകളുടെ നമ്പർ ഇവിടെ ഇൻക്രീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇവിടെ നോക്കൂ, ഓരോ ടേം നമ്മൾ എത്തുന്ന സമയത്ത് JRF ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും PhD ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും അതിന്റെ നമ്പർ ഒരു മേജർ ഡീക്ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. 189 നിന്നും അടുത്ത വർഷം ആയപ്പോൾ എന്തായി മാറി? 133 എത്തി.
അതുപോലെ തന്നെ നെറ്റിന്റെ കേസിൽ നോക്കൂ, 2861 ആളുകൾക്ക് നമ്മുടെ സബ്ജക്റ്റ് ആണ് കേട്ടോ, നമ്മുടെ CS എന്ന് പറഞ്ഞ നമ്മുടെ സബ്ജക്റ്റിൽ 2861 ആളുകൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ജൂൺ 2024. പക്ഷേ അത് ജൂൺ 2025 ഒരു വർഷം കഴിഞ്ഞ സമയത്ത് എത്രത്തോളം കുറഞ്ഞു നോക്കൂ നിങ്ങൾ, 1705 ആളുകൾക്ക്. അതുപോലെ PhD ക്വാളിഫൈ ചെയ്യുന്നത് 5963 നിന്നും 3846 എത്തി. ഓക്കെ, അപ്പൊ ഈ ഒരു മേജർ ഡീക്ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു കാര്യം തന്നെയാണ്. പ്ലസ് ഈ JRFനൊക്കെ വേണ്ടി ഇവർ മാറ്റിവെക്കുന്ന എമൗണ്ട്, നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഉണ്ട്, അതിൽ എത്രത്തോളം അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസികൾ ഉണ്ട്, അല്ലെങ്കിൽ JRFന് വേണ്ടിയിട്ട് അവർ എത്രത്തോളം എമൗണ്ട് ആണ് അവർ മാറ്റിവെച്ചിട്ടുള്ളത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ JRF അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ PhDയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു ഡിക്ലൈൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെറ്റ് എക്സാം എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ഇൻഫോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ലേ, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുണ്ടാവും, ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. എന്താണ് എക്സാമിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്? ഏത് PG കറന്റ് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് വിത്ത് 55% ജനറൽ ആണെങ്കിൽ 55, റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 50%. അതുപോലെ തന്നെ ഇപ്പൊ 4A ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുള്ള 70% അല്ലെങ്കിൽ 75% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കറിയാം ജനറൽ പേപ്പറും അതുപോലെ പേപ്പർ 2 കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. ജനറൽ പേപ്പറിൽ 50 ക്വസ്റ്റ്യനും പേപ്പർ 2 100 ക്വസ്റ്റ്യനും, ഇപ്പൊ ടോട്ടൽ 150 ക്വസ്റ്റ്യനും, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, ടോട്ടൽ ഔട്ട് ഓഫ് 300 ആണ് നമ്മുടെ എക്സാം വരുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ നമ്മുടെ CS-ലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റുകളായിക്കോട്ടെ, JRF ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ആരും 300 ഔട്ട് ഓഫ് 300 ഒന്നും മേടിച്ചിട്ടില്ല അല്ലെ. 300 ഔട്ട് ഓഫ് 300 മേടിച്ചിട്ടല്ല ആരും JRFലോട്ട് എത്തിയത്. അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റണം എന്നില്ല. ഓക്കെ, വീക്ക് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 200, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 172 ആയിരുന്നു ജനറൽ റിസർവേഷൻ കാറ്റഗറിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 200 പോലും എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും JRF ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സിലബസ് ഫുൾ അരച്ച് കലക്കി കുടിക്കണം എന്നൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി നമുക്ക് ഒഴിവാക്കാൻ, ചില മൊഡ്യൂൾസുകൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, അത് നിങ്ങൾ പാടെ ഒഴിവാക്കാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എടുക്കുക, ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് PSC പോലെയൊന്നും അല്ല, നമുക്ക് നെഗറ്റീവ് മാർക്സോ കാര്യങ്ങളോ ഒന്നും വരുന്ന എക്സാം അല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്കി കുത്തുന്നൊക്കെ നിങ്ങൾക്ക് റെഡി ആവാനുള്ള ചാൻസും ഉണ്ട് അല്ലെ. ഇനി 2019 തൊട്ടുള്ള നമ്മുടെ പേപ്പർ 2ന്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ 2019 തൊട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 നമുക്ക് വരുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. മൊഡ്യൂൾ 2 COA ആണ് വരുന്നത് അല്ലെ. COA അതിൽ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 3 അടുത്ത് വരുന്നത് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ്, C-യും C++ഉം അതുപോലെ ജാവയൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലേ ചോദിക്കാറുള്ളൂ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ദെൻ മൊഡ്യൂൾ 4 അകത്ത് DBMS, ബിഗ് ഡേറ്റ, ഡേറ്റ മൈനിങ്, NoSQL. അപ്പൊ നമ്മൾ മൊഡ്യൂൾ 4 ഒക്കെ പഠിക്കുന്ന സമയത്ത് DBMS, നോർമലൈസേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് നടന്നിട്ടില്ല ഡിസംബർ 2025 നമുക്ക് DBMS നോർമലൈസേഷൻ ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നമുക്ക് ഡാറ്റ മൈനിങ് റിലേറ്റഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. മൊഡ്യൂൾ 5 വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൽ യൂണിക്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് OS ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 6 അകത്ത് നമുക്ക് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. മൊഡ്യൂൾ 7 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. ഓക്കെ, ഞാൻ ഈ ടേബിൾ ഒന്നുകൂടി ഇവിടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ നമ്പർ ഇവിടെ കുറയുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജൂൺ 2024 നിന്നും ജൂൺ 2025 വന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അല്ലെ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നമ്പർ കുറഞ്ഞു. JRF കിട്ടുന്ന ആളുകളുടെയും നെറ്റ് കിട്ടുന്ന ആളുകളുടെയും അതുപോലെ PhD കിട്ടുന്ന ആളുകളെയും കേട്ടോ. നമ്മുടെ സബ്ജക്ട് CS-ന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മേജർ ഡീക്ലൈൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നെറ്റ് ക്രാക്ക് ചെയ്യാം എന്നാണ് ഈ ഒരു ടേബിൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പോവാട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ 6 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, മൊഡ്യൂൾ 7 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം,
ആൻഡ് മൊഡ്യൂൾ 8 നമുക്ക് വരുന്നത് ടിഒസിയും കമ്പൈലർ ഡിസൈനും അല്ലെ. ടിഒസിയും കമ്പൈലർ ഡിസൈനും ഒക്കെ നമുക്ക് നെറ്റ് എക്സാമിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയയാണ് ടിഒസി ഒക്കെ. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ദെൻ എഐന്റെ കേസിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടേംസുകൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ആദ്യം 2019 ഈ സിലബസ് മാറി കഴിഞ്ഞ സമയത്തൊന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട് എയിൽ. കാരണം ഇപ്പൊ നല്ല രീതിയിൽ നമ്മുടെ കാലഘട്ടത്തിന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ NLP-ന്നും അതുപോലെ AI-ന്നും ഇപ്പൊ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ പേപ്പർ 1 മൊഡ്യൂള് ഒന്ന് നോക്കാം നമുക്ക്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിലൊക്കെ ബേസിക് മാത്തമാറ്റിക്സ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ നമുക്ക് വരുന്നതാണ് ഓരോ ഷേപ്സുകൾ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്, പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ദെൻ ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ICT ഇപ്പൊ നമുക്ക് നമ്മുടെ CS-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേസിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ICT എന്ന് വരാറുള്ളത്. നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടൊന്നും വരാറുള്ള ICT. ദെൻ PDE, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ്, കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ ഇതിൽ 10 മൊഡ്യൂളാണ് ഉള്ളത് അല്ലെ. അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വരും. 5 ക്വസ്റ്റ്യന് ഓരോ മൊഡ്യൂളിൽ നിന്നും വരും. ടോട്ടല് 50 ക്വസ്റ്റ്യൻ വരും. 100 മാർക്കിനാണ് പേപ്പർ 1 വരുന്നത് കേട്ടോ. ഓരോന്നും 5 ക്വസ്റ്റ്യന് എല്ലാ പ്രാവശ്യം നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം, നമുക്കിപ്പോ എക്സാമിന് വരുന്ന നമ്മുടെ റിസൾട്ട് വരുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് അല്ലെ. എയ്തർ എലിജിബിൾ ഫോർ JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ വരുന്നതാണ് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായിട്ട്, അതിന്റെ കൂടെ എലിജിബിൾ ഫോർ PhD അഡ്മിഷൻ വരാണ്ട്, ദെൻ വരുന്നതാണ് എലിജിബിൾ ഫോർ PhD അഡ്മിഷൻ ഓൺലി. ഓക്കെ, അവിടെ നോക്കൂ, ആദ്യത്തെ കാറ്റഗറിയിൽ JRF-ഉം കിട്ടും, അതുപോലെ എലിജിബിൾ ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ. ഇനി അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ ടു PhD മാത്രമായിട്ടാണ് കാറ്റഗറി 2. കാറ്റഗറി 3 വരുന്നതാണ് അഡ്മിഷൻ ടു PhD മാത്രം. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കേ നിങ്ങൾ. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള എക്സാം ആണ് ഡിസംബർ 2025 എക്സാം അല്ലെ. അതുപോലെ അതിന്റെ മുന്നേ നടന്നിട്ടുള്ള എക്സാം നോക്കൂ, ജൂൺ 2025. നമുക്ക് സിലബസ് ഒന്നും മാറിയിട്ടില്ല, 2019 സിലബസ് തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസംബറിൽ 18 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജൂണിൽ എത്രയാണ് ചോദിച്ചിട്ടുണ്ട്? 28 ചോദിച്ചിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ A ട്രൂ, B ട്രൂ നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അത് 16, 19 എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് 18, 15. ഇവിടെ നോക്കൂ, ജൂണിൽ നമുക്ക് കുറച്ചധികം മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നേ നടന്നിട്ടുള്ള ഡിസംബർ 2024 അത്ര അധികം മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് 12 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡിസംബറിൽ. ജൂണിൽ 16. ദെൻ ക്രോണോളജി ബേസ്ഡ് ആയിട്ട് 17 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂണിൽ 14. ഇനി ലാസ്റ്റ് 2 കാര്യം നോക്കൂ. പ്രോഗ്രാമിംഗ് കോഡ് തന്നിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കാൻ നമുക്ക് എല്ലാ ടേംസിൽ ചോദിക്കാറുണ്ട്. അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു നമ്മൾ ഡിസംബറിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചോദിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് 8 ക്വസ്റ്റ്യൻ ജൂണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? പ്രോഗ്രാമിംഗ് കോഡ് തന്നിട്ടില്ല, പക്ഷെ അതിന്റെ കോൺസെപ്റ്റുകൾ, അതായത് ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ട്രൂ, പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകൾ തിയറി ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അസേർഷൻ റീസണിങ് ആയിരുന്നു കുറച്ചും കൂടി എല്ലാവർക്കും ഈ ഒരു എക്സാമിൽ ബുദ്ധിമുട്ടായി പറഞ്ഞിട്ടുള്ളത്. 19 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അസേർഷൻ റീസണിങ്ങിൽ നിന്നും. ജൂണിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അസേർഷൻ റീസണിങ് വന്നിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അസേർഷൻ റീസണിങ്ങിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാല് കോൺസെപ്റ്റ് നല്ലോണം അറിയുന്ന ആൾക്ക് അതിൽ കറക്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. 19 നമുക്ക് പേപ്പർ 2ന്നും അതുപോലെ എനിക്ക് തോന്നുന്നു 11 അങ്ങാണ്ട് ക്വസ്റ്റ്യന് പേപ്പർ 1 വന്നിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് അല്ലെ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ ടോപ്പിക്കിന്റെയും വെയിറ്റേജ് അനലൈസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഓരോ ടോപ്പിക്സിന്റെയും വെയിറ്റേജ് അനലൈസ് ചെയ്യുന്ന ടേബിളാണ്. അതായത് ഈ കഴിഞ്ഞ എക്സാമുകളുടെ ഒക്കെ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടോപ്പിക്കൊന്നും ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. അപ്പൊ ഡിസ്ക്രീറ്റ് സ്ട്രക്ചറിന് 9, 7, 9 അല്ലെ. ഇനി CSM ചോദിച്ചിട്ടുള്ളത് 12, 11, 8. ഇവിടെ നോക്കൂ, ഈ ഡിസംബർ കഴിഞ്ഞ എക്സാം വരെ നമ്മൾ
എപ്പോഴും 10+ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആയിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഡിസംബറിൽ അതിന്റെ നമ്പർ അങ്ങോട്ട് കുറഞ്ഞു, 10 താഴെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും ഈ ഒരു പാറ്റേൺ 6 വർഷമായിട്ട് എക്സാം നടത്തണം, ആ ഒരു പാറ്റേൺ പൊതുവെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കോച്ചിങ് ഒക്കെ ചേർന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, നമ്മളൊന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഡിസംബറിൽ വന്നിട്ടുള്ള എക്സാമിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ്ട് കുറച്ചു. അതുപോലെ ഈ CSA എന്നൊക്കെ നമുക്ക് മെമ്മറി ഹൈറാർക്കി റിലേറ്റഡ് ആയിട്ട് മെമ്മറി ഹൈറാർക്കി, അതുപോലെ നിങ്ങൾ ICT-യിലൊക്കെ പഠിക്കുന്ന പോലത്തെ നമ്പർ കൺവേർഷൻസ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഈസി ആയിട്ടും ആയിരുന്നു കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിന്. പക്ഷെ ജൂണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസംബർ ചോദിച്ചിട്ടില്ല. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കേസിൽ 10, 9, 10. ഡാറ്റാബേസിന്റെ കേസിൽ 10, 6, 9. പിന്നെ അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 10, 16, 8. ഇവിടെ നോക്കൂ, 16 ചോദ്യം ചോദിച്ചിട്ടുള്ള ജൂണിൽ നിന്നും അതിന്റെ നമ്പർ നേരെ ഹാഫ് ചെയ്തു, റെഡ്യൂസ് ചെയ്ത് ഹാഫ് ആക്കിയിട്ടാണ് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ടേമിൽ ഇത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, അങ്ങനെയാണ് ഈ മൊഡ്യൂളാണ്ട് ഒഴിവാക്കാൻ തോന്നിയാൽ പക്ഷെ അടുത്ത എക്സാമിന് അതിൽ നിന്ന് ചിലപ്പോൾ നമ്പർ കൂടി വരാം. അപ്പൊ എല്ലാ മൊഡ്യൂളും ഒരു മൊഡ്യൂൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് അത്രക്ക് ടഫായിട്ട് തോന്നുന്നതാണെങ്കിൽ കുറെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അത് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷെ ആ ഒരു മൊഡ്യൂളിനെ കുറിച്ച് ജനറൽ ഐഡിയ ഉണ്ടായിരിക്കണം എന്നാണ്. കാരണം എല്ലാ മൊഡ്യൂളിനും ചിലപ്പോൾ ഈസി ആയിട്ടും അതുപോലെ ടഫായിട്ടും ഒക്കെ ക്വസ്റ്റ്യൻ വരാം നമുക്ക്, അല്ലെ. അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് 9, 10, 10. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമുക്ക് എല്ലാ പ്രാവശ്യവും 10 ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡാറ്റ സ്ട്രക്ചേഴ്സ് 9, 9, 13. TOC നോക്കിക്കേ 10+ എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് 13, 11, 11. ദെൻ ഞാൻ പറഞ്ഞ പോലെ നോക്കൂ 7 പിന്നെ ചോദിച്ചിട്ടുള്ള എക്സാമുകളിലൊക്കെ 10+ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു അനലൈസിങ് ഒന്ന് നോക്കാം. ഇനി ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടോപ്പിക് ഏരിയാസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ചോംസ്കി ഹൈറാർക്കി, ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം, ഗ്രൂപ്പ് തിയറി, ടോട്ടോളജി, ബൂളിയൻ ആൾജിബ്രയുടെ ലോസുകൾ, പ്രീഫിക്സ് എക്സ്പ്രഷൻസ്. ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ഇത് നമുക്ക് ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്നത് തന്നെയാണ്, ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചോംസ്കി ഹൈറാർക്കി TOC-യിൽ വെച്ചിട്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് പഠിക്കാറുണ്ട്. ആ ഒരു ചോംസ്കി ഹൈറാർക്കി കണ്ടാൽ തന്നെ നമുക്കൊരു മാർക്ക് ഉണ്ടാവും. നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇതർ മാച്ച് ദ ഫോളോയിങ്ങോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആയിട്ട് ചോംസ്കി ഹൈറാർക്കി ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റെക്കറൻസ് റിലേഷൻസ്, പമ്പിംഗ് ലെമ്മ, OSI മോഡലിന്റെ ഓരോ ലെയറിന്റെയും ഫങ്ഷൻസ്, ക്ലാസ്ഫുൾ IP അഡ്രസ്സിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റിലേറ്റഡ്, കൊക്കോമോ എസ്റ്റിമേഷൻ മോഡൽസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിച്ച് ആർ മിസ്സിംഗ് ഇൻ ദ ഡിസംബർ എക്സാം. നമ്മൾ ജൂൺ വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ നിന്നും മാറി വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞ് ഡിസംബറിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടോപ്പിക്സ് ഇവിടെ മിസ്സായി വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് മിസ്സിംഗ് ടോപ്പിക്സ്? നോർമലൈസേഷൻ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് നോർമലൈസേഷൻ, അല്ലെ. പക്ഷെ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ചോദിച്ചിട്ടില്ല. പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നമ്പർ സിസ്റ്റം കൺവേർഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനി നമുക്ക് ജൂൺ മിഡ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് എക്സാം കണ്ടക്ട് ചെയ്യുക, അല്ലെ. ജൂണിലും അതുപോലെ ഡിസംബറിലും. ഇനി നമുക്ക് വരാനുള്ളത് ജൂണിലെ സൈക്കിളാണ്. ഓക്കെ, ജൂൺ ഒരു മിഡ് ആവുന്ന സമയത്ത് നമുക്ക് വരും. അതിന് മുന്നേ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് വരും. ഓക്കെ അതുൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് പുതിയ ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ കവറേജിലെ പുതിയ ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത്. അതായത് ഇപ്പൊ സിലബസ് മാറിയിട്ടില്ല, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മളെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇനി പഠിച്ചതിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് ഇപ്പൊ പുതിയ വന്നിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുക. അതായത് ഇപ്പൊ ഇത്രയും ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല എന്നല്ല. എന്തൊക്കെയാണോ പുതുതായിട്ട് വരുന്ന ട്രെൻഡിങ് ഏരിയാസ് അത് നമ്മൾ പഠിച്ചു പോകും. ഇനി നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ റിംഗ് തിയറി കുറച്ച് ഇൻഡെപ്തിലായിട്ടാണ് നമുക്ക് ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ എന്ത് ചെയ്യുക, ഇൻഡെപ്തിൽ റിംഗ് തിയറി പഠിക്കുക. അതുപോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നിന്നും ബി സ്പ്ലൈൻ കർവ്സ്, ബേസൽ കർവ്സ് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ മൊഡ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലായിട്ട് സിലബസിന്റെ എൻഡിലായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. 3D റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഇത് നിങ്ങൾ പഠിക്കുക. അതുപോലെ സെറ്റ് ബഫർ അൽഗോരിതം ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ദെൻ പാരബോളോയിഡ് സർഫേസസും ഹൈപ്പർബോളോയിഡ് സർഫേസ്
ഡേറ്റാബേസസ് റിലേറ്റഡ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നോക്കൂ, DBMS സ്പെഷ്യലൈസേഷൻ OLAP വേഴ്സ് OLTP. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡാറ്റ മൈനിങ് റിലേറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ നോർമലൈസേഷനും ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും ഒന്നും ഇപ്രാവശ്യം ചോദിക്കാതെ ഡാറ്റ മൈനിങ്ങും അതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകളാണ് DBMS ചോദിച്ചത്. അപ്പൊ ഇനി എന്താ, ഇതൊക്കെ പഠിക്കുക, ഇതുമായിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യനുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നിങ്ങൾ നോക്കി പോവാം. അതാണ് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ദെൻ DBMS ലോക്കഡ് ബേസ്ഡ് പ്രോട്ടോകോൾസ്, ഇൻഡെക്സ്ഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ OS നിന്നും റിയൽ ടൈം OSകളുടെ കുറിച്ച് ചോദിച്ചു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, റൂട്ടിംഗ് പ്രോട്ടോകോൾസ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട്. AI നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നുണ്ട് അപ്രോച്ചസ് ടു AI വരുന്നതാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ്, അതുപോലെ റാഷണൽ ഏജന്റ് അപ്രോച്ച് ഒക്കെ. ഇത് ഇത്രയും കാലമായിട്ട് അവർ ചോദിക്കാത്ത ഏരിയ ഫസ്റ്റ് ആയിട്ട് ചോദിച്ചു. ട്യൂറിംഗ് ടെസ്റ്റിനെ കുറിച്ച്, എന്തിനാണ് ട്യൂറിംഗ് ടെസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് AI നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. AI സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അത്ര സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്, ദെൻ SEയിൽ നിന്നും വെബ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 കോംപ്രഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ കോംപ്രഹെൻഷൻ വന്നത് ഒന്ന് SEയിൽ നിന്നും ഒന്ന് COAയിൽ നിന്നുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ SEയിൽ നിന്നും ഒരു കോംപ്രഹെൻഷൻ ന്യൂമറിക്കൽ ടൈപ്പ് ഒന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോവില്ല. SEയിൽ നിന്ന് നമുക്ക് കുറെ ന്യൂമറിക്കൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും കൊക്കോമോ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനലിൽ അതെങ്ങനെ സോൾവ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നോക്കണേ. ആ SEയിലെ കോംപ്രഹെൻഷൻ ടൈപ്പ് എങ്ങനെ സോൾവ് ചെയ്യുന്നത് അത് മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കണ്ടിൻജൻസി മാർജിൻ, ദെൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ നിന്നും വന്നിട്ടുള്ള കോംപ്രഹെൻഷൻ ആയിരുന്നു DMAയും പ്രോഗ്രാംഡ് IOയും റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി PYQ അനലൈസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് വായിക്കുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. PYQന്റെ ഒരു കമ്പാരിസൺ നോക്കൂ. നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ജൂണിൽ കമ്പാരിസൺ ആണ് ഇത് 2 എണ്ണം. സിമിലർ ആയിട്ട് വന്നിട്ടുള്ളത് 55 എണ്ണം. ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു PYQ ആയിട്ട് 43 ക്വസ്റ്റ്യനും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മുന്നൊരു ടേമിലും സെയിം ആയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ജൂണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ PYQs നോക്കി പോയത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ പോയി കാണുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ. അപ്പൊ പെട്ടെന്ന് അത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ലീഡർ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യന് നമുക്ക് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കമ്പൈലർ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ എന്താണ് നമ്മളോട് ലീഡർ കണ്ടുപിടിക്കാൻ അങ്ങനത്തെ കുറച്ച് ടേംസുകളാണ് വന്നത്. ലീഡർ, അപ്പൊ ഇതൊന്നും നമ്മൾ പുതിയ പഠിക്കുന്ന ഏരിയാസിൽ വരുന്നതല്ല ലീഡേഴ്സ് കാര്യങ്ങളൊക്കെ 3 അഡ്രസ് കോഡിന്റെ. പക്ഷെ നമ്മൾ കമ്പയർ ഡിസൈനിന്റെ ഫേസുകളും കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ, ലീഡർ റിലേറ്റഡ് ആയിട്ടാണ്. പക്ഷെ അതിന്റെ ഒരു ഉറവിടം നിങ്ങൾ നോക്കൂ. മാർച്ച് 2023 നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. അതായത് ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ലീഡർ എന്താണെന്നും ലീഡറിന്റെ ഇമ്പോർട്ടൻസുകള്, അതുപോലെ ലീഡർ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സുകളാണ് ലീഡറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചു പോയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു PYQന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. PYQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. PYQs പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിന് പകരം ഓരോ PYQലും ഉള്ള കണ്ടന്റുകളും കൂടി കുറച്ചുകൂടി ഒന്ന് സെൽഫ് സ്റ്റഡി കൂടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു ഓപ്ഷൻസ് എന്തുകൊണ്ട് കറക്റ്റ് ആയിട്ടില്ല എന്നും കൂടി നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ബാച്ച് ആരംഭിച്ച് നമ്മൾ ബാച്ചിനെ കുറിച്ചിട്ട് പറയാണ്. നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ബാച്ച് നമ്മൾ April 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ജൂൺ മിഡ് ആവുന്ന സമയത്ത് നമ്മുടെ എക്സാമിന്റെ നമ്മുടെ ടൈം ടേബിൾ അടക്കം വരും അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടായിരിക്കുക 10 ആഴ്ചയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. നമ്മൾ April 6 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 10 ആഴ്ചയായിരിക്കും നമുക്ക് ഇനി നമ്മുടെ മുന്നിൽ എക്സാമിനായിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ ഇങ്ങനത്തെ പ്ലാനാണ് രൂപീകരിക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകണം. ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണം അല്ലെ. അപ്പൊ ഓരോ ആഴ്ചയിലും പേപ്പർ 1 ഒരു മൊഡ്യൂളും
പേപ്പർ 2 ഒരു മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ ഇനി നമുക്ക് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കിട്ടും, കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏപ്രിലായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ പോയാൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പേപ്പർ 1 ഒരു മൊഡ്യൂൾ, പേപ്പർ 2 ഒരു മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ ഓരോ വീക്കിലും പോവുക. അപ്പൊ 6, 7, 8, 9, 10 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, 12-ാം തീയതി വരെ നമ്മൾ ഈ ഒരു പേപ്പർ 1 അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1 അവർക്ക് കൊടുത്തിട്ടുള്ളത് ലോജിക്കൽ റീസണിങ്ങും പേപ്പർ 2 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും. അപ്പൊ ഇതിൽ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് മാക്സിമം PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് NTA എങ്ങനെ ചോദിക്കുന്നതുമായിട്ട് വിലയിരുത്താൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇനി എങ്ങനെ അത് പഠിക്കാം എന്നും കൂടി സെൽഫ് സ്റ്റഡിയും കൂടി അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ ആഴ്ചയും നമ്മൾ പേപ്പർ 1 ഒരു മൊഡ്യൂളും പേപ്പർ 2 ഒരു മൊഡ്യൂളും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം ജസ്റ്റ് കലണ്ടർ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ജൂൺ 15 ആകുമ്പോഴേക്കും അല്ലെ 14 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു ബാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് ബാച്ച്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം. വേറെ എന്തെങ്കിലും കൺസേൺസുകൾ ഉണ്ടോ? ഇത്രയാണ് നമ്മുടെ സെഷനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ഇടാം.